ഈ അഖിൽമാരാർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടായിരുന്നു? അവനൊക്കെ വല്ല ബിഗ് ബോസ് ഒപ്പം കളിച്ചിട്ട് നടക്കണേ. ഇനി അവനൊക്കെ ഇവിടെ ആരാ അറിയണത്? എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക, എന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ പോകുന്നൊരു സാധനം നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലാതെ വേറൊന്നും ഭരണം മാറ്റം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇത് വർഗീയതയൊന്നും ഇവിടെ വില പോകില്ല. LDF തൂക്ക് മന്ത്രിസഭയായിരിക്കും, 2 കട്ടക്ക് വരും. BJPക്ക് സീറ്റ് കിട്ടും. അപ്പോൾ 1,05,00,000 വരുന്ന മനുഷ്യർക്ക് കേരളത്തിൽ പല നിലയിൽ ഇല്ലേ സർക്കാർ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. ഇത് ജനം മനസ്സിലാക്കാതിരിക്കുമോ? ജനം ഉപേക്ഷിക്കുമോ? ഈ ഗവൺമെൻറ്റിനെ തുടരാനേ ആഗ്രഹിക്കുള്ളൂ. ഭരണമാറ്റം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കോൺഗ്രസ്സിലാണെങ്കിലും നല്ലൊരു നേതാവില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. VD സതീശന് അങ്ങനെ അത്ര വലിയ മതിപ്പൊന്നും ജനങ്ങൾക്കില്ല. രമേഷ് പിഷാരടിക്ക് ചാൻസ് ഉണ്ട്. പിഷാരടി വാക്ചാതുര്യമുള്ള ആളാണ്. ഈ അഖിൽമാരാർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടായിരുന്നു? അവനൊക്കെ വല്ല ബിഗ് ബോസ് ഒപ്പം കളിച്ചിട്ട് നടക്കണേ. ഇനി അവനൊക്കെ ഇവിടെ ആരാ അറിയണത്? ഈ നാട്ടുകാരനാണ് അവൻ. തൃക്കാക്കരയിൽ വന്ന് നിൽക്കണേന്നുണ്ട്. ഒരവസരം എല്ലാവർക്കും വേണ്ടേ? പുള്ളിക്കാരനെ നിൽക്കട്ടെ, വേണ്ട, എല്ലാവരും നന്നാവട്ടെ. പിന്നെ തീർച്ചയായിട്ടും ഇത്തവണ LDF വരും, ഉറപ്പല്ലേ? നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അപ്പുറത്തേക്ക് നോക്കിയാൽ ഇത് കാണാം, ബൈപ്പാസ് കാണാം, NH66 കാണാം. കോഴിക്കോടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലെ 3ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റർ കാണാം. കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, മലബാർ ക്യാൻസർ സെൻറ്റർ, റീജിയണൽ. അപ്പോൾ നമ്മുടെ നാട് അത്യാവശ്യം എല്ലാ മേഖലയിലും നല്ല നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 12,000 പേർക്ക് വേണ്ടിയിട്ട് 100 കോടി ചെലവിലൊരു പാലം പെരുമ്പളം. ലാഭം നോക്കിയല്ലോ, ജനങ്ങളെ നോക്കിയല്ലേ. അപ്പം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നൊരു പ്രവർത്തനമാണല്ലോ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിഗംഭീരമായിട്ട് പോകണം. എല്ലാവർക്കും പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. UDF പറച്ചിലല്ലാതെ ചൂരൽമലയിൽ ഇപ്പം കൊടുക്കും, നാളെ പേരെ പണിയും എന്ന് പറഞ്ഞിട്ടൊന്നും ആയിട്ടില്ലല്ലോ. വെറുതെ വർത്തമാനങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് കണ്ണിൽ പൊടിയിട്ട് ഇവരുടെ ധാരണ കുറേ കമ്മ്യൂണൽ വോട്ട് കൊണ്ട് ജയിക്കുക എന്നുള്ളൊരു ധാരണയൊക്കെയാണ്. ഇവിടെ തന്നെ തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ MLA-മാരാണ്. അവരുടെ ഭരണം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും കരയണ കൊച്ചിനല്ലേ പാലുള്ളൂ. ഇവിടെ കിഫ്ബി സദ്യ തുറന്നു വെച്ചപ്പോൾ അതിൽ പോയി കഴിക്കാണ്ട് മാറി എന്നിട്ട് അവസാനം പരിഭവം എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. കിട്ടണമെങ്കിൽ MLA ചോദിക്കണ്ടേ? ഒരു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ട് നിയമസഭയിൽ പറഞ്ഞ് അത് നേടിയെടുക്കേണ്ട ഉത്തരവാദിത്വം MLA-യുടെ. ഇല്ലെങ്കിൽ അവർ സമരം ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഈ ഹൈമാസിലൈറ്റും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്ത് നടക്കില്ലല്ലാതെ ഇവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഉമാ തോമസിനെ കുറിച്ച് പറഞ്ഞാൽ 12 മണിക്കൂർ കൊണ്ട് പോകേണ്ടത് 4 മണിക്കൂർ കൊണ്ട് പോകാൻ ഇത്ര അത്യാവശ്യം ആർക്കാണെന്ന് അവർ ചോദിച്ചത് കൊണ്ടത് ചെറുപ്പക്കാരുടെ നെഞ്ചത്താണ്, യുവജനങ്ങളുടെ നെഞ്ചത്താണ്. അവർക്ക് വേഗത വേണ്ടേ? ലോകം വേഗത്തിൽ പോകുമല്ലേ? എന്താണ് വേഗത ഇവിടെ കുറവുള്ളത്? അപ്പോൾ അതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക, എന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ പോകുന്നൊരു സാധനം നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലാതെ വേറൊന്നും ഭരണം മാറ്റം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇത് വർഗീയതയൊന്നും ഇവിടെ വില പോകില്ല. ഈ ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറയണത് ഹിന്ദുവാണ് ഭരിക്കേണ്ടതെന്നാണ് പറയണത്. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? KM ഷാജി പറയണത് മതമാണ് പ്രശ്നം എന്ന് പറയണത്. ഞങ്ങൾക്ക് ഇതൊന്നുമല്ല പ്രശ്നം, ജീവിക്കണം ഇവിടെ എല്ലാവരും മതസൗഹാർദ്ദം, സ്നേഹം, നല്ല ഐക്യത്തിൽ പോകണം. ഈ പറയുന്ന ഗുണഫലങ്ങളുണ്ടായ അനുഭവിക്കാൻ ഒരു സമാധാന അന്തരീക്ഷം കേരളത്തിലുണ്ടാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അത് ഈ LDF ഭരിച്ചാലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് എനിക്കും മാഡത്തിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു കമ്മ്യൂണൽ വയലൻസ് ഈ 10 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. മുറവിളി കൂട്ടണവർ എന്ത് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കൂട്ടണമെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ? അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പ്രകടമായി ഒന്ന് സർക്കാർ ചെയ്യാത്തതോ ഇടപെടാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യം. BJP വരുന്നു, പ്രധാനമന്ത്രി തോളത്ത് ഒരു കൊച്ചിനെ എടുത്തു വെച്ച് ഒരു നാടകം കളിച്ചു പോയി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവർക്ക് ആ ഭവനങ്ങൾ പണിത് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ കൊച്ചിനെ ചേർത്തിരുത്തി താലോലിച്ചു. ഇതിന് തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ടല്ലോ. നമ്മൾ വെറുതെ എന്തെങ്കിലും പറയുന്നതുകൊണ്ട് കാര്യമില്ല. പ്രാവർത്തികമായിട്ട് അത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും ഒക്കെ ഉള്ളത് LDF-നാണ്. അതുകൊണ്ട് LDF വരും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പിന്നെ പറയുമ്പോൾ പലരും പറയും. LDF വരും ഉറപ്പാണ്. കേരളത്തിൽ മുടക്കമില്ലാതെ 62 ലക്ഷം മുതൽ 64 ലക്ഷം വരെയും വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കിട്ടിയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലം. 45 രൂപയിൽ EK-9 തുടങ്ങിയപ്പോൾ അതിനെ വിമർശിച്ച ആളുകളാണ് കേരളത്തിലെ UDF. അപ്പോൾ അത് 2000 രൂപയാണത്. മനസ്സിലായ
18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ, അങ്ങനെ പറയാൻ പാടില്ല, ജെൻഡർ വ്യത്യാസമില്ലാതെ 1000 രൂപ അലവൻസ്. അതുപോലെ തന്നെ 35 തൊട്ട് 60 വരെ വീട്ടമ്മമാർക്ക് 1000 രൂപ അലവൻസ്. അപ്പോൾ 1,05,00,000 വരുന്ന മനുഷ്യർക്ക് കേരളത്തിൽ പല നിലയിൽ ഇല്ലേ സർക്കാർ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. ഇത് ജനം മനസ്സിലാക്കാതിരിക്കുമോ? ജനം ഉപേക്ഷിക്കുമോ ഈ ഗവൺമെൻറ്റിനെ? തുടരാനേ ആഗ്രഹിക്കുകയുള്ളൂ. തൃക്കാക്കരയുടെ കാര്യങ്ങളിവിടെ വിശദീകരിച്ചല്ലോ. ഇത് ആലിഞ്ചോട് ജംഗ്ഷൻ 40 കൊല്ലം മുമ്പ് കെ ബാബു 91 ഇവിടെ MLA ആയി വന്നപ്പോഴും ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ്. വെണ്ണല സ്കൂള്, മാഡം പോയിട്ട് വെണ്ണല സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കൂ. സ്കൂളുള്ള സമയത്താണെങ്കിൽ അതിൽ രാവിലെ 1 മണിക്കൂർ ബ്ലോക്കായിരിക്കും. ഇവിടെ ഈ തൃക്കാക്കരയിൽ വികസനം എന്താണെന്ന് അറിയാത്ത മനുഷ്യരാണ് ഇവിടുത്തെ എല്ലാവരും. ഇല്ല, കിഫ്ബി 1 ലക്ഷം കോടിയുടെ വികസനം കേരളത്തിൽ നടത്തിയതാണ് കിഫ്ബി, അല്ലേ? അത് ഇവിടെ ഈ തൃക്കാക്കരയിൽ എന്താണ് കിഫ്ബിക്ക് വഹിക്കാനുണ്ടായത്? MLA എന്ത് കാര്യത്തിലാണ് ചെന്നേക്കണേ? ഇവിടെ സ്കൂളുണ്ട്, വെണ്ണല സ്കൂളുണ്ട്. വെണ്ണല സ്കൂളിൽ ഒരു സിന്തറ്റിക് ട്രാക്ക്, ഗ്രൗണ്ട്, തൊട്ടുപുറയിലുള്ള ആ പാടം കിടപ്പുണ്ട്. അവിടെ കുറേ സ്ഥലം കിടപ്പുണ്ട്. സർക്കാർ ഏറ്റെടുത്ത് അത് ചെയ്യണം. പല തവണ MLAയോട് പറഞ്ഞിട്ട് പോലും MLA ചെയ്തിട്ടില്ല. 40 കൊല്ലമായിട്ട് വെണ്ണല ഈ ചളിക്കവട്ട നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നമുണ്ട്. പണ്ട് ഈ നാട്ടിൽ നിന്ന് കുടിവെള്ളം അപ്പുറത്തേക്ക് പോണേ, എവിടെ ഈ പൈപ്പ് ലൈൻ റോഡിൽ കൂടെ പോണേ, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തുണ്ട്, ഇപ്പുറത്തില്ല. ഞങ്ങൾ MLA ഓഫീസിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ വെച്ചുകൊണ്ട് മാർച്ച് നടത്തിയാണ്. ഒരു പ്രതികരണം പോലും തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായ? ഇപ്പോഴും നിങ്ങൾ വെണ്ണല തളിപ്പറമ്പിലൊക്കെ പോയി നോക്കിക്കോ. ഇവിടെ കൗൺസിലർമാർ ചെയ്ത ടാങ്കിൽ വെള്ളം ശേഖരിച്ച് ഇവിടെ ടാങ്കിൽ ലോറിക്ക് അടിച്ചു കൊടുത്ത് അവിടെ നിന്നാണ് ആളുകൾ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടം ഇപ്പോഴും പഴയ 40 കൊല്ലം മുമ്പ് എങ്ങനെയാണോ കുടിവെള്ളം, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പോപ്പുലേഷൻ അങ്ങനെയാണോ? എന്നിട്ടിപ്പോൾ പറയുകയാണ് ഇതേ പുതിയ പ്ലാന്റ് വരുന്നുണ്ട്, ആലുവയിൽ നിന്ന് വരുന്നുണ്ട്. അത് പി രാജീവ് MLA മന്ത്രി മിനിസ്റ്ററുടെ പ്രത്യേക താല്പര്യപ്രകാരം വരുന്നത്, അല്ലാതെ തൃക്കാക്കര MLA പറഞ്ഞിട്ടില്ല. ഒരു വർത്തമാനം പോലും നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ഈ 4 വർഷക്കാലം നിയമസഭയിലെ പെർഫോമൻസ് എന്താ? എന്ത് ചോദിച്ചേക്കട്ടെ? എത്ര സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു MLA എന്ന നിലയിൽ? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് ഫോട്ടോ കൊടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു നാട്ടിലിറങ്ങി എല്ലാ വീട്ടിലൊന്ന് കയറാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയുണ്ട് MLAക്ക്? ഇല്ല. വല്ലാത്ത പരിസ്ഥിതി ഇനിയും ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കണമെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസമാണ്. അഡ്വക്കേറ്റ് പുഷ്പദാസ് സംബന്ധിച്ചൊരു പൊളിറ്റിക്കലൈസ് ചെയ്ത ലേഡിയാണ്, ഒരു കോമ്രേഡാണ്. ഒരുപാട് ത്യാഗോജലങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം തൃക്കാക്കര മാറി ചിന്തിക്കും, ഒരു തർക്കമില്ല. LDF അല്ല, തൂക്ക് മന്ത്രിസഭയായിരിക്കും. 2 കട്ടക്ക് വരും. BJPക്ക് സീറ്റ് കിട്ടും. LDF വരാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസ് തന്നെ വരുള്ളൂ. കോൺഗ്രസ് തന്നെ വരും. കാൻഡിഡേറ്റ്സൊക്കെ കോൺഗ്രസിനെയാണ് നല്ലത്. അവർ തന്നെ വരാനാണ് സാധ്യത. ചെറിയ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. ആ ഭൂരിപക്ഷത്തിൽ BJPക്ക് സീറ്റ് കിട്ടും. രാജീവ് ചന്ദ്രശേഖർ അടക്കം കുറച്ച് പേര് സീറ്റ് പിടിക്കും പിടിക്കണം എന്നുള്ളതാണ് ഒരു ഇത്. എറണാകുളത്തൊന്നും രക്ഷയില്ല. എറണാകുളത്ത് മറ്റേ TJ വിനോദ് തന്നെ. ഇവിടെയും നമ്മുടെ ഉമാ തോമസ് അതൊക്കെ മസ്റ്റാണ്. VD സതീശൻ അങ്ങനെ ഷുവർ സീറ്റുകൾ കുറേ ഉണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് മത്സരം ഉണ്ടാവും. ഇത് തന്നെ കാരണം 10 കൊല്ലമല്ലേ ഭരിക്കണത്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവും. മടുപ്പൊന്നുമില്ല. അതെങ്ങനെ ഒരു നിർജീവമായിട്ട് പോകണമെന്നേ ഉള്ളൂ. വേറെ മടുപ്പൊന്നുമില്ല. ഭരണം കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഭരണമാറ്റം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കോൺഗ്രസ്സിലാണെങ്കിലും നല്ലൊരു നേതാവില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. VD സതീശന് അങ്ങനെ അത്ര വലിയ മതിപ്പൊന്നും ജനങ്ങൾക്കില്ല. ഒരു നെഗറ്റീവ് ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുള്ളി ക്ലീൻ ഇമേജ് ഉള്ള ഉമ്മൻചാണ്ടിയുടെ പോലെ ക്ലീൻ ഇമേജ് ഒന്നുമല്ല. ആ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരു നല്ല നേതാവില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. പിന്നെ അവരിൽ കുറച്ച് ആളുകളുണ്ട്. പിന്നെ ഈ ഷാഫി പറമ്പിലൊക്കെ വളർന്ന് വന്ന അവരൊക്കെ കയറി വന്ന മുന്നിലോട്ട്. എന്നാലേ കാര്യങ്ങൾ അവർക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അഖിൽ മാരാർക്കൊന്നും രക്ഷയൊന്നുമില്ല. അതൊക്കെ വെറുതെ ഒരു ഇത്. രമേഷ് പിഷാരടിക്ക് ചാൻസ് ഉണ്ട്. പിഷാരടി വാക്ചാരിത്ര്യമുള്ള ആളാണ്. നല്ലോണം ഡയലോഗ് പ്രസൻറ്റേഷൻ. ഇപ്പോൾ പല കാര്യങ്ങളിലും വോട്ട് കിട്ടാനുള്ള സംഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് പുള്ളിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് പുള്ളിയെ പോസിറ്റീവാക്കി എടുത്ത്. അപ്പം അങ്ങനെ പുള്ളിയൊക്കെ കോൺഗ്രസിന് മുതൽക്കൂട്ടാണ്. മൊത്തത്തിൽ ഒരു കോൺഗ്രസ് ട്രെൻഡാണ് കാണുന്നത്. BJP തരംഗമാണ് കാണുന്നത്. അത് ഇപ്രാവശ്യം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക്
കണ്ടറിയാനേ പറ്റുള്ളൂ. ഒന്നും എന്തായാലും LDF ഭരണത്തിൽ വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. UDF ഭരണത്തിൽ വരും. ചെറിയ ഭൂരിപക്ഷം ഉണ്ടാവും. BJPക്ക് നിർണായക കുറച്ച് സീറ്റുകൾ കിട്ടും.